CCC 367 പറയുന്നുണ്ട്, സൃഷ്ടി മുതൽ മനുഷ്യൻ ഒരു പ്രകൃത്യതീത ലക്ഷ്യത്തിനായി നിയോഗിക്കപ്പെട്ടിരിക്കുന്നു. ദൈവത്തോടുള്ള കൂട്ടായ്മയിലേക്ക് സൗജന്യമായി ഉയർത്തപ്പെടാനും അവൻ്റെ ആത്മാവിന്, അവൻ്റെ സോളിന് കഴിവുണ്ട്. ദൈവം ആ കഴിവ് തന്നിട്ടുണ്ട്. അപ്പോൾ എന്തുമാത്രം പ്രാധാന്യം ആത്മാവിനും ആത്മീയ കാര്യങ്ങൾക്കും കൊടുത്തുകൊണ്ടാണ് നമ്മൾ ജീവിക്കേണ്ടത്. ജഡത്തിൻ്റെ വ്യാപാരങ്ങളെപ്പറ്റി പൗലോസ്ലീഹ പറയുന്നുണ്ട്. ഒരു ലിസ്റ്റ് തന്നെയുണ്ട്. ആ വ്യാപാരങ്ങളിലല്ല നമ്മൾ മുഴുകേണ്ടത്. ആത്മാവിൻ്റെ ഫലങ്ങൾ ചൂടി നമ്മൾ ജീവിക്കണം. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് അതിനു വേണ്ടിയാണ്. ദൈവവുമായിട്ടുള്ളൊരു കൂട്ടായ്മയിലേക്ക് ഉയർത്തപ്പെടാൻ, ദൈവത്തിൻ്റെ ജീവനിലും പ്രകാശത്തിലും സ്നേഹത്തിലും നന്മയിലും ജ്ഞാനത്തിലും സത്തയിലും ഒക്കെ പങ്കുചേരാനായിട്ട്. അപ്പോൾ മനുഷ്യനെ സൃഷ്ടിച്ചതിൽ ദൈവത്തിനൊരു പ്രകൃത്യതീത ലക്ഷ്യമുണ്ട്, ഒരു സൂപ്പർ നാച്ചുറൽ ലക്ഷ്യമുണ്ട്. നമ്മുടെ സോളിൻ്റെ, ആത്മാവിൻ്റെ സെൻറ്ററായിട്ടുള്ള ആ ഹൃദയം, നമ്മുടെ ഉണ്മയുടെ ആഴം, ദ ഡെപ്ത് ഓഫ് മൈ ബീയിങ്, ആ ഹൃദയത്തിൽ ദൈവത്തെ ധ്യാനിച്ചുകൊണ്ടാണ് നമ്മൾ ജീവിക്കേണ്ടത്. ഹൃദയത്തിൽ ദൈവത്തിനെ ആരാധിക്കണം, ദൈവത്തിനെ ധ്യാനിക്കണം, ദൈവത്തിൻ്റെ സ്വരം കേൾക്കണം. ഈ പെന്തക്കോസ്താ തിരുനാളിന് വേണ്ടി നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധ അമ്മയും മറ്റെല്ലാവരും ഒരുങ്ങിയതുപോലെ, ആത്മാവിലുള്ള ജീവിതത്തിന് പ്രാധാന്യം കൊടുത്ത് ഒരുങ്ങിയതുപോലെ നമുക്കും ഒരുങ്ങാം. മരണശേഷം നമുക്ക് നിത്യമായിട്ടുള്ളൊരു ജീവിതമുണ്ട്. നിത്യസ്വർഗം വേണോ അതോ നിത്യനരകം വേണോ? വചനം കൃത്യമായിട്ട് നമ്മളോട് പറയുന്നുണ്ട്, ജീവനും മരണവും നിൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, ഇഷ്ടമുള്ളത് തിരഞ്ഞെടുത്തുകൊള്ളുക. ഇഷ്ടമുള്ളത് തിരഞ്ഞെടുത്താൽ അതിൻ്റെ കോൺസിക്വൻസ്, അനന്തരഫലം കൂടി നമ്മൾ വഹിക്കണം. എന്തായാലും മരണം കഴിഞ്ഞ മനുഷ്യൻ്റെ ജീവിതം നിത്യമാണ്. ഒരു നിത്യജീവിതമുണ്ട്, ഇറ്റേണൽ ലൈഫ്. ആ നിത്യമായ ജീവിതം സ്വർഗത്തിലാണ് നമ്മൾ ജീവിക്കേണ്ടത്. അതിനാണ് ഓരോ മനുഷ്യനും വിളിക്കപ്പെട്ടിരിക്കുന്നത്. പക്ഷേ നമ്മൾ ഓരോന്ന് തിരഞ്ഞെടുക്കുമ്പോൾ, ഓരോന്ന് തീരുമാനിക്കുമ്പോൾ, ഓരോ സ്റ്റെപ്പുകൾ എടുക്കുമ്പോൾ, മാരക പാപങ്ങളിൽ മുഴുകുമ്പോൾ മരണശേഷം എന്ത് തരം നിത്യജീവിതമായിരിക്കും നമ്മുടെ? നിത്യനരകമാണോ? ചിലരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, സ്വർഗമില്ല നരകമില്ല. അതൊക്കെ ഒരു എക്സ്ക്യൂസാണ്. അതൊക്കെ ദുഷ്ടാരൂപികളുടെ പ്രലോഭനങ്ങളാണ്. സ്വർഗമുണ്ട്, നരകമുണ്ട്, തനത് വിധിയുണ്ട്, അന്ത്യവിധിയുണ്ട്. ഇതൊക്കെ സത്യങ്ങളാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കൺമുമ്പിൽ വെച്ചുകൊണ്ട് വേണം, ആ ഒരു ഫോർസൈറ്റിൽ വേണം നമ്മൾ ജീവിക്കാൻ. ഈ ഭൂമിയിലെ ജീവിതം ഒരു തീർത്ഥാടനമാണ്, ഒരു പിൽഗ്രിമേജ്. നമ്മളിവിടെ പെർമനൻ്റ് അല്ല. കുറച്ച് വർഷങ്ങൾ മാത്രമേ നമ്മൾ ഭൂമിയിലുള്ളൂ. ആ സമയം നമ്മൾ സമരം ചെയ്യണം, ശുദ്ധീകരണം നടക്കാനായിട്ട് അനുവദിക്കണം. അപ്പോൾ സമരവും ശുദ്ധീകരണവുമാണ് ഇവിടെ മെയിനായിട്ട് നടക്കേണ്ടത്. എന്നിട്ട് റെഡിയായിട്ട് സ്വർഗത്തിൽ നിത്യമായിട്ട് ദൈവത്തോട് ഒന്നിച്ചുള്ള ആ സൗഭാഗ്യ ജീവിതം നമുക്കുണ്ട്. ദൈവികമായിട്ടുള്ള സൗഭാഗ്യ ജീവിതം. ഈ ഭൗമികമായിട്ടുള്ള ജഡികമായിട്ടുള്ള സുഖങ്ങളല്ല ഉദ്ദേശിച്ചത്. അപ്പോൾ ആത്മാവിലുള്ള ജീവിതത്തിന് വേണ്ടി ആഗ്രഹിക്കാനെങ്കിലും നമുക്ക് സാധിക്കട്ടെ, ആഗ്രഹിക്കാനെങ്കിലും സാധിക്കട്ടെ. പെന്തക്കോസ്താ തിരുനാളിന് വേണ്ടി ഒരുങ്ങാം. പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു ഇറങ്ങി വരൽ, ഡിസെൻഡ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, ഫില്ലിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് നമുക്കും ആഗ്രഹിക്കാം. എല്ലാ ദിവസവും കൂദാശകളിലൂടെ നമ്മൾ സ്വീകരിക്കുന്നുണ്ട് പരിശുദ്ധാത്മാവിനെ. പ്രാർത്ഥനയുടെ സമയത്തൊക്കെ ഈശോ വർഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈശോ സ്വർഗാരോഹണത്തിന് ശേഷം പിതാവിൻ്റെ വലതുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി പിതാവായ ദൈവത്തോട് മധ്യസ്ഥം പ്രാർത്ഥിക്കുകയാണ്. പിതാവേ, അവരോട് ക്ഷമിക്കണേ. ഈശോയുടെ ബലിയുടെ യോഗ്യതയാൽ. പിന്നെ പിതാവിൻ്റെ വലതുഭാഗത്തിരുന്ന് ഈശോ പരിശുദ്ധാത്മാവിനെ കണ്ടിന്യൂസ് ആയിട്ട് നിരന്തരമായിട്ട് വർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പരിശുദ്ധാത്മാവിനെ നമ്മൾ സ്വീകരിക്കുന്നുണ്ടോ? ഈശോ പരിശുദ്ധാത്മാവ് കൊണ്ടും അഗ്നി കൊണ്ടും നമ്മളെ സ്നാനപ്പെടുത്തും. ആ ഒരു അനുഭവത്തിലായിരിക്കണം ക്രിസ്തീയ ജീവിതം.
പരിശുദ്ധാത്മാവിനാലുള്ള ആ സ്നാനം അനുഭവിച്ചുകൊണ്ട് വേണം നമ്മൾ ക്രിസ്തീയ ജീവിതം ജീവിക്കാനായിട്ട്. ദെൻ ഇറ്റ് ഈസ് റിയലി ട്രൂലി എൻജോയബിൾ. അല്ലാതെ ലോകത്തിൻ്റെ നൈമിഷിക സുഖങ്ങൾ കുറച്ച് നേരത്തേക്ക് താൽക്കാലികമായി അനുഭവിച്ച് നമുക്ക് എന്ത് കിട്ടാനാ? അത് നിലനിൽക്കുകയില്ല. ജസ്റ്റ് അത്യാവശ്യം കുറച്ച് കാലം ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അത്യാവശ്യം ഭൗതിക കാര്യങ്ങൾ അത്രമാത്രം. വല്ലാണ്ട് അതിൻ്റെ പിന്നാലെ പോവരുത്. നിത്യമായി നമ്മൾ ജീവിക്കേണ്ട സ്ഥലം ഈ ഭൂമിയല്ല. പിന്നെ നമ്മൾ വായിക്കുന്നുണ്ട്, പുതിയ ആകാശം, പുതിയ ഭൂമി, പുതിയ ജെറുസലം, അതൊക്കെയാണ് നമ്മൾ സ്വപ്നം കണ്ട് ജീവിക്കേണ്ടത്.